പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൊല്ലണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ റാം മോഹൻ. മറ്റു വഴികൾ ഒന്നും തന്നെയില്ല. അതുകൊണ്ട് അവനെ ഇല്ലാതാക്കണം. ഇനി ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഉറപ്പിച്ചുകൊണ്ട് നീക്കങ്ങൾ റാം മോഹൻ തയ്യാറാക്കുന്നു. ഗുണ്ടകളെ ഏർപ്പാടാക്കിയതിനെ തുടർന്ന് മുന്നിലേക്ക് വരുന്ന അവർ സ്കെച്ചിട്ടിരിക്കുകയാണ് ഇപ്പോൾ. ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാകുന്നത് രാഹുലിനെ ഒന്ന് ഞെട്ടിച്ചു കളയുന്നു. ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും? രാഹുൽ ആലോചിക്കുകയാണ്. ഇതേ തുടർന്നാണ് റാം മോഹന്റെ ഗുണ്ടകൾ രാഹുലിനെ പിടിയിലാക്കുന്നത്. ഇതോടെ രാഹുലാകെ ഞെട്ടിപ്പോകുന്നു. നിങ്ങൾ ആര് പറഞ്ഞിട്ടാ ഇവിടേക്ക് വന്നത്? അഭിഷേകാണോ? എങ്കിൽ അവൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ തുക നൽകുന്നതിനായി ഞാൻ തയ്യാറാ. എന്നെ വെറുതെ വിട്ടാൽ മതി. അപ്പോഴാണ് റാം മോഹൻ അവിടേക്ക് വരുന്നത്. അഭിഷേകല്ലടാ, ഞാൻ പറഞ്ഞിട്ടാ നിന്നെ അവർ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അങ്കിളോ? അങ്കിൾ എന്താ അങ്കിൾ ഈ കാണിക്കുന്നേ? അങ്കിളിന്റെ ബോധം മറഞ്ഞുപോയോ? ഇത് ഞാനാ അങ്കിൾ. എടാ, നീ തന്നെയാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാടാ ഞാൻ ഈ കളി കളിക്കാൻ തീരുമാനിച്ചത്. നിന്നോട് ആ ഡോക്യുമെന്റ്സ് തിരികെ വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ നീ എന്താ പറഞ്ഞേ? തരാൻ സാധിക്കില്ലെന്നോ? എന്നാ ശരി, നിന്റെ കയ്യിൽ നിന്ന് അത് എങ്ങനെയാണ് വാങ്ങുക എന്ന് ഞാൻ കാണിച്ചു തരാം. ഇവൻ ആ ഡോക്യുമെന്റ്സ് തന്നില്ല എങ്കിൽ ഇവനെ കൊന്നേക്ക്. അതിൽ യാതൊരു സംശയവും വേണ്ട. അങ്കിൾ, ഇഷയും കുട്ടിയും എടാ അവൾക്ക് വേണ്ടി തന്നെയാടാ ഞാനിത് ചെയ്യുന്നേ. അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നവുമില്ല. ഇതോടെ ആകെ പകച്ചു പോകുന്ന രാഹുൽ ഒടുവിൽ ഡോക്യുമെന്റ്സ് തിരികെ കൊടുക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.